നമസ്കാരം, എല്ലാവർക്കും റാങ്ക് ഹാക്കേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ PSCയുടെ ഒരു പ്രൊവിഷണൽ കീ വന്നു കഴിഞ്ഞാൽ ആൻസർ കീ കംപ്ലൈൻറ്റ് എങ്ങനെ കൊടുക്കാം എന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു എക്സാം നടന്നു കഴിഞ്ഞാൽ അതേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ അതിൻ്റെ പ്രൊവിഷണൽ കീ പ്രസിദ്ധീകരിക്കും. അത് പ്രകാരം നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ചില സമയത്ത് ക്വസ്റ്റ്യൻ തെറ്റായിരിക്കാം, ചില സമയത്ത് ആൻസർ തെറ്റായിരിക്കാം, ചില സമയത്ത് കറക്റ്റ് ആൻസർ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒന്നിലധികം ആൻസറൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. സോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ആൻസർ കീ കംപ്ലൈൻറ്റ് കൊടുക്കാം. സോ ആൻസർ കീ എങ്ങനെയാണ് കംപ്ലൈൻറ്റ് കൊടുക്കുക? വളരെ സിമ്പിളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു ആൻസർ കീ കംപ്ലൈൻറ്റ് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ സാധാ പോലെ ലോഗിൻ ചെയ്യുക. നമുക്കറിയാം, ഇപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് OTP ഒക്കെ ചോദിക്കാറുണ്ട്. സോ ആ ഒരു രീതിയിൽ തന്നെ ലോഗിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴോട്ട് വലതുവശത്ത് താഴോട്ടായി ആൻസർ കീ കംപ്ലൈൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ആൻസർ കീ കംപ്ലൈൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ റിക്വസ്റ്റ് മോഡ്യൂളിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ് ഇതിൽ വാണിംഗ് കാണിക്കുന്നത്. സോ അങ്ങനെ റിക്വസ്റ്റ് എന്നുള്ള സംഭവം നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ആൻസർ കീ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത്? OMR ആണ് നമുക്ക് ആൻസർ കീ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ ഏത് എക്സാമിൻ്റേതാണെന്നുള്ള ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വരും. ഇപ്പോൾ LSTS ആണെങ്കിൽ ഇതിൽ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഏത് ഫസ്റ്റത്തെ സെഷനാണോ സെക്കൻഡത്തെ സെഷനാണോ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് കോഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് പൊതുവേ PSC കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കോഡിൽ ആ ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ആണോ, അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ഏത് ക്വസ്റ്റ്യൻ ആണോ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത് അതിൻ്റെ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്പർ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആണോ തെറ്റ്, ക്വസ്റ്റ്യൻ ആണോ തെറ്റ്, അല്ലെങ്കിൽ ഒന്നിലധികം ആൻസർ ഉണ്ടായിരുന്നു, ആൻസർ കീയിൽ ഉണ്ടായിട്ടില്ലേ, ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ജെന്യൂൻ ആയിരിക്കണം കംപ്ലൈൻറ്റ്, അതിൻ്റെ റെഫറൻസ് ഡാറ്റ ഒക്കെ വെച്ചിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. ഒഫീഷ്യൽ ഡാറ്റ ഒക്കെ ആണെങ്കിൽ ആ ഒരു ഒഫീഷ്യൽ ഡാറ്റ ഏത് ഡോക്യുമെൻ്റ് വഴിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പേജ് നമ്പർ എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു ആൻസർ കീ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ അറിവിൽ സാധാരണമായ പ്രൊഫഷണൽ കീ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 3 ദിവസം എങ്ങാനുമാണ് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ളൊരു സമയപരിധി. സോ ഇങ്ങനെയാണ് കംപ്ലൈൻറ്റ് കൊടുക്കുക. സോ ഒരുപാട് പേര് ചോദിക്കുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തത്. ബാക്കിയുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്